മമ്മൂട്ടി അന്നും നാടകത്തിൽ താല്പര്യമുണ്ട്. ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. മോഹൻലാൽ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അഭിനയിക്കുന്ന ഒരു ഡൈമെൻഷൻസ് ഉള്ള ഒരു അഭിനേതാവാണ്. ഇത്രയും ജീവിത അനുഭവമുള്ള മാഷ് ആകെ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ. എന്താ ഒരു നോവലിൽ ഒതുങ്ങിപ്പോയത്? ഞാൻ ബഷീറിനെ തിരക്കി അവിടെ ചെന്ന് എന്താ ബഷീർ പോകായിരുന്നു, ഞാൻ അങ്ങ് എന്താ പോകായിരുന്നു ചോദിച്ചു. അപ്പോൾ അവിടെ സാഹിത്യകാരന്മാരുടെ സമ്മേളനമല്ലേ, നമുക്കെന്ത് കാര്യം. പത്രപ്രവർത്തകരിൽ ഒരാൾ ഒരു ദിവസം റാഫിയെ തല്ലി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് യോഗ്യറ്റി അടിച്ചോളി. ഞങ്ങൾ വിളിച്ചാൽ MT വാസുദേവൻ സ്വന്തം പൈസ മുടക്കി ഇവിടെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. ചങ്ങമ്പുഴയും വൈലോപ്പള്ളിയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ചങ്ങമ്പുഴയെ കൂടുതൽ ഇഷ്ടമാകുന്നതിൻ്റെ കാരണം ഈ വിഷാദമാണ്. അവസാനം ഞാൻ വളരെ താഴ്ന്ന് പറഞ്ഞു, സാറിനോട് കരുണ കാണിക്കണം. അയാൾ തിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് എന്നെപ്പറ്റി പറയാത്ത പ്രശംസ ഒന്നുമില്ല. ഈ മഹാരാജാസുമായി ബന്ധപ്പെട്ട് മാഷിനുള്ള പ്രധാന ഓർമ്മകൾ എന്താ? ഒരുപാട് മാഷിനെയും പരിശീലിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഗുരു ഉണ്ടാവും, മാഷിന് ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടാവും. ഇതിൽ മറക്കാത്ത വ്യക്തികൾ ആരായിരിക്കും ശിഷ്യന്മാരിൽ? പിന്നെ പ്രധാനമായും മുന്നിൽ ഒരു മുകളിലോട്ട് നോക്കി മാഷ് കണ്ടിട്ടുള്ള ഒരു ഗുരു അത് ആരായിരിക്കും പഠിപ്പിച്ചതിൽ? എന്നെ സ്കൂളിലാണെങ്കിൽ സയൻസ് പഠിപ്പിച്ച കുഞ്ചരിയ മാഷുണ്ട്. അദ്ദേഹത്തെ എന്നെ വളരെ സ്വാധീനിച്ചതാണ്. ഒരിക്കലും വഴക്ക് പറയില്ല. ഒരു പ്രത്യേക തിയറി പഠിപ്പിക്കുമ്പോൾ ചോക്ക് കൊണ്ട് ബോർഡിലൊന്ന് മുട്ടും, അറ്റൻഡ് ക്ലോസ്ലി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനത് മറക്കില്ല. അങ്ങനെയാണ് അദ്ദേഹം ഒന്ന്. രണ്ട്, അദ്ദേഹം എടാപൊടാൻ ഞങ്ങളാരെയും വിളിച്ചിട്ടില്ല. അവിടെ എടാപൊടാന്ന് വിളിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കും. അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. മാഷും അങ്ങനെയാണല്ലോ, കുട്ടികളെ വഴക്കൊന്നും പറയൂല, ആരെയും എടാ പോടാന്ന് വിളിക്കില്ല, അല്ലേ? അതപ്പോഴേ കിട്ടിയതായിരിക്കും. പിന്നെ ശിഷ്യന്മാരിലോ? ഒരു ഭ്രാന്താസ്പത്രിയിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ അഡ്മിറ്റ് ചെയ്തു. അയാൾ ലിസി വന്ന് പിന്നീട് മരിച്ചു. ഞാൻ ആളെ കാണാനാണ് പോയത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ വീട്ടിൽ നിന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെയുള്ള പാവകൾ കൊടുക്കും പേഷ്യൻസിന്. അയാളെ ഞാനിപ്പോഴും മറക്കുന്നില്ല. രണ്ട്, ഒരു അസിസ്റ്റൻറ്റ് കളക്ടർ, ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് ഇങ്ങോട്ട് വരാൻ പോയപ്പോൾ അയാൾ എന്നെ കണ്ടു. സാറ് പോകരുത്, നടന്നുകൂടെ നിൽക്കുക. അയ്യോ, ഞാൻ വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. ഇല്ല സാർ, നാളെ എൻ്റെ കല്യാണമാണ്, ഞാൻ ഇവിടുത്തെ അനാഥ വന്നിരുന്ന പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ താമസിച്ചു. അവരോടൊക്കെ മനസ്സിലിങ്ങനെ ഒരു മമ്മൂട്ടിയെ ശിഷ്യനാണല്ലോ മഹാരാജാസിൽ വെച്ച് പഠിപ്പിച്ചു. അപ്പോൾ മഹാരാജാസിലെ കുറച്ച് അനുഭവങ്ങളും മമ്മൂട്ടിയുമായിട്ടുള്ള പരിചയവുമൊക്കെ ഒന്ന് പറയാമോ? അല്ല, മമ്മൂട്ടി അന്നും നാടകത്തിൽ താല്പര്യമുണ്ട്. ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. ലോ കോളേജിൽ പോയപ്പോഴും എന്നെ അവിടെ യൂണിയൻ ഉദ്ഘാടനം ഞാൻ വിളിച്ചിട്ട് പോകും. പല കാര്യത്തിനും വിളി. അങ്ങനെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അടുപ്പം പിൽക്കാലത്തും നിലനിൽക്കുന്നു ഇപ്പോഴും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മോഹൻലാലുമായിട്ടും ബന്ധമുണ്ട്, അല്ലേ? മോഹൻലാലിനെ കുറിച്ച് ഒരു ബുക്ക് ഇറക്കിയിട്ടില്ല. സ്റ്റുഡൻ്റ് അല്ല, അഭിനയത്തെ സംബന്ധിച്ച് മോഹൻലാൽ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ അഭിനയിക്കുന്ന ഒരു ഡൈമെൻഷൻസ് ഉള്ള ഒരു അഭിനേതാവാണ്. അപ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു നാടകം വായിച്ചു. സാർത്ര എന്ന് പറയുന്ന നോബൽ സമ്മാനം നിരസിച്ച ലോകത്തിലെ വലിയ എഴുത്തുകാരനാണ്. അതൊരു നടനെക്കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന അഭിനയകല ലോകത്തിലെ നല്ല കലകളിലൊന്നാണ്. അതുപോലെ എന്നെ ആകർഷിച്ചപ്പോഴാണ് ഈ മോഹൻലാലിനെ ഞാൻ ഓർത്തത്. ആദ്യം വില്ലനായിട്ട് വരിക,
മറ്റൊന്നൊരു കോപാളിയാവുക, ഇനി ഒന്നിൽ മന്ദബുദ്ധിയാവുക, ഇനി ഒന്നിൽ മറ്റൊന്നാവുക, മറവി ബാധിച്ചവനാവുക, ഇങ്ങനെ എല്ലാം വരുമ്പോഴും ഇയാൾ ആളുകളെ ആകർഷിക്കുന്നു. മഹാരാജാസിലെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനിൽ മാഷ് പഠിപ്പിച്ച ഒത്തിരി കുട്ടികളുണ്ട്. അതായത് സെബാസ്റ്റ്യൻ പോള്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും കൂടിയിട്ട് CAC ജയചന്ദ്രനും ഒക്കെ കൂടിയിട്ട് ഒരു മാഷ് ക്ലാസ് എടുക്കുന്ന ഒരു സംഗതി ഉണ്ടായി. അതിൽ 80 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ അത് നല്ലൊരു അനുഭവമായിരുന്നിരിക്കും അല്ലേ മാഷ്? അതൊന്ന് പറയാമോ? പിന്നെ എൻ്റെ പഴയ പോലെ ശബ്ദമില്ലല്ലോ, ആ പ്രയാസം. അല്ല, ആ ക്ലാസ് എടുക്കുന്ന സ്റ്റില്ലൊക്കെ ഭയങ്കര രസമായിരുന്നു. പഴയ ക്ലാസ് മുറി തന്നെയാണോ പോയത്? അതെ. മാഷിൻ്റെ ആത്മകഥയുടെ പേര് കർമ്മഗതി എന്നാണല്ലോ. ആ വാക്കിൽ തന്നെ ഒരു വലിയ ഫിലോസഫി ഉണ്ട്. ശരിക്കും ഈ കാലത്തിൻ്റെ ഗതി പോലെ നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടുപോകുന്ന വഴിയെ നമ്മൾ പോകുന്നു എന്നുള്ളൊരു കാര്യവും അതിലുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ വഴിയെ നമ്മൾ പോകുന്നു എന്നുള്ള ഒരു കർമ്മഗതിയും അതിലുണ്ട്. അപ്പോൾ ആ പദം ഉൾപ്പെടെ ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഉൾപ്പെടെ അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ഞാനെന്ന് അധികം പറയാതെ, അല്ലെങ്കിൽ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ അധികം പറയാതെ, ലോകത്തെക്കുറിച്ചും കണ്ട് മനസ്സിലാക്കിയ, ഈ ജീവിതം കൊണ്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് മാഷ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് ആ ഒരു രീതി, ഈ പേരുൾപ്പെടെ മാഷിന് അങ്ങനെ തോന്നാൻ? അത് ഈ ഭാരതത്തിലും ഗ്രീസിലുമുള്ള ഫിലോസഫിയിൽ നമുക്കെങ്ങനെ എന്തോ ഒരു ഗതിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആശാൻ്റെ നളിനിയിൽ സ്വന്തം കർമ്മവശരായി തിരിഞ്ഞിടുന്നു അന്തമറ്റ ബഹുജീവ കോടികൾ അന്തരാള ഗതി തന്നിൽ ഒന്നിനൊന്ന് അന്തരാവിടും അടുക്കളാണ് നാം, എവിടെയോ കാണുന്നു എവിടെയോ പിരിയും. ആ ഒരു സെൻസ് ഓഫ് മിസ്റ്ററിയിൽ നിന്നാണ് ഞാൻ കർമ്മഗതി എന്ന് പേര് കൊടുത്തത്. ഒന്ന്. രണ്ട്, സാംസ്കാരികമായി എൻ്റെ കാലത്തൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് വീക്ഷണത്തിലൊക്കെ. ഇപ്പോൾ പുരോഗമനം, ഞങ്ങൾ പുരോഗമനം ഉണ്ടാക്കും എന്ന് വരുന്ന ഒരു ഘട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വിട്ട് പതുക്കെ എക്സിസ്റ്റൻഷ്യലിസം, വിഷാദം, നിരാശ അതിലോട്ടൊക്കെ വരുന്ന ഘട്ടം, അതും വിട്ടിട്ട് പുതിയ ഒന്ന് വന്ന് ആ മാറ്റം കുറേ ഞാൻ എടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണയൊക്കെ, കുട്ടികളുടെ കലാപം, അതൊക്കെ കൂടി അതിനകത്ത് പ്രതിഫലിപ്പിച്ചാണ് ചെയ്തത്. അതൊരു കൾച്ചറൽ ഹിസ്റ്ററി കൂടിയാണ്. പിന്നെ ഞാനിങ്ങനെ വ്യത്യസ്തനാണ്. ഞാനത് മുഖവരയിൽ എഴുതുന്നുണ്ട്. റൂസോയുടെ ആത്മകഥയുടെ പേര് കൺഫെഷൻസ് കുമ്പസാരം എന്നാണ്. അതിലത് എഴുതുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് എഴുതുന്നു? എഴുതുന്നതിൻ്റെ കാരണം ഇത്രയും കാലം ജീവിച്ചാലും ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എന്തോ വ്യത്യാസം എനിക്കുണ്ട്. മറ്റുള്ളവരൊന്നും മെച്ചമല്ല, പക്ഷേ എന്തോ വ്യത്യാസം എനിക്കുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ ഏതാണ്ട് അതിനോട് അടുത്ത ഒരു സമീപനം അതുണ്ടായിരുന്നു. ഞാനും പലതരം പോയിട്ട് നേരത്തെ സന്യാസത്തിന് പോയിട്ടുണ്ട്, അതാണ് യോഗാഭ്യാസം ചെയ്തിട്ടുണ്ട്. സന്യാസിനെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു, ഇതിന് ചേരേണ്ട പോയിക്കോന്ന് പറഞ്ഞു. അതെല്ലാം നടന്നിട്ടുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഇത്രയും ജീവിത അനുഭവമുള്ള മാഷ് ആകെ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ, കുന്തിദേവി. വളരെ വാസ്റ്റായിട്ട് കിടക്കുന്ന സാഹിത്യത്തെ ഒത്തിരി കയറിയിറങ്ങിയൊക്കെ പല ഏടുകളിലൂടെയും കടന്നു പോയ ഒരാളാണ്. എന്താ ഒരു നോവലിൽ ഒതുങ്ങിപ്പോയത്? അത് കുന്തി എന്ന് പറഞ്ഞൊരു ഉപന്യാസം നേരത്തെ എഴുതിയിട്ടുണ്ട്. അതെഴുതാൻ കാരണം ഭാഗവതത്തിൽ കുന്തി കൃഷ്ണനെ വിളിച്ച്, കുന്തിയുടെ ബ്രദറിൻ്റെ മകനാണ് കൃഷ്ണൻ, വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അധികം ദുഃഖം എനിക്ക് തരൂ. അവർ ദുഃഖോപാസന. കാരണം എൻ്റെ ദുഃഖത്തിൽ ഞാൻ നിന്നെ ഓർമ്മിക്കുന്നു, അതെന്നെ ആശ്രിതം. ദൈവം വരുന്ന ഈ ദുഃഖത്തെയാണ്. അത് ഒന്ന് ഇലാബറേറ്റ് എഴുതാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് എഴുതാൻ സാധിക്കുന്നില്ല. 2-3-4 ഒരാഴ്ച അതിലോട്ട് മല്ലടിച്ചു. പെട്ടെന്ന് കുന്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് കഥ പോലെ എഴുതാൻ തുടങ്ങി. എഴുതിയപ്പോൾ ശരിയായത്. അതിന് സേതു നോവലിസ്റ്റ് അവരൊക്കെ പറയുന്നത് ഈ കഥാപാത്രത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വേറെ ഒന്നിലേക്ക് തെയ്യുന്നില്ല ഞാൻ. അതിൻ്റെ മനസ്സിലേക്ക് മാത്രം ഭൂതവും എടുത്തവാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഈ 12 വോളിയോ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സമ്പൂർണ്ണ കൃതികൾ അത് മലയാള സാഹിത്യത്തിനൊരു ഭയങ്കര മുതൽക്കൂട്ട് തന്നെയാണ്. ഒരു സാഹസികമായി പബ്ലിഷ് ഏറ്റെടുത്തതാണ്. എന്നറിയില്ല. സാറ് വിരമിച്ചത് മഹാരാജാസ് വെച്ചിട്ടാണ്. അതുവരെ 4 കോളേജുകളിലൂടെയും ഗവൺമെൻറ് കോളേജ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ ആകെ? അന്ന് എറണാകുളത്തിന് ഡിമാൻഡ് ഇല്ല വരാനേ. അങ്ങനെ ഞാൻ തുടർന്നിരുന്നു പോകുന്നതാണ്. എന്നിട്ട് അതിന് ശേഷം എന്നെ ആദ്യം മാറ്റുന്നത് കോട്ടയത്തേക്കാണ്. അതൊരു മന്ത്രിയായിട്ടൊരു ഇത്തിരി
അത് എൻ്റെ പ്രസംഗം ഇതായില്ല, അതുകൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരണം, അയാളുടെ പരിശ്രമമാണ് തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് തന്നെ പോകുന്നു. പിന്നെ വന്നത് അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിനെതിരായിട്ട് 2 പ്രസംഗം ചെയ്തു. ഒന്ന് യുക്തിവാദ സമ്മേളനം ടൗൺ ഹാളിൽ വെച്ച്, മറ്റൊന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ അധ്യക്ഷനായ ഒരു യോഗമാണ്. അത് നമ്മുടെ എറണാകുളം പരിസരത്ത് വെച്ചാണ്. അദ്ദേഹം പറഞ്ഞു പ്രസംഗിക്കരുത് ഇനി, കാരണം മാഷ് വിപ്ലവകാരിയല്ല സ്വതേ. 2 വീട്ടിൽ ഭാര്യയും മക്കളുണ്ട്, അവർക്ക് സ്വത്തില്ലെന്ന് എനിക്ക് നേരിട്ടറിയാം, ഇനി പോയാൽ അപകടമാണെന്ന് പറഞ്ഞു. അത് അറിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. തലശ്ശേരിയിലേക്ക് സ്ഥലം മാറ്റി. ഈ ബഷീർ എറണാകുളത്ത് ഉണ്ടായിരുന്നു. ബഷീറിനെ എനിക്ക് ആദ്യം അടുപ്പം വരുന്നത് ഞാൻ സ്റ്റുഡൻ്റായിരിക്കുന്ന കാലത്താണ്. ആദ്യം സാഹിത്യ പരിഷത്തിൻ്റെ വാർഷികത്തിൽ ഇവിടെ പ്രസംഗം കേൾക്കാൻ വന്നു, അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു എറണാകുളത്ത്. വന്നപ്പോൾ ബഷീർ അതിനകത്തില്ല. കേശവദേവ് പ്രസംഗിക്കും, തകഴിയുണ്ട്, ജി ശങ്കരക്കുറുപ്പ്, അവരവരൊക്കെ ഉണ്ട്. ഞാൻ ബഷീറിനെ തിരക്കി അവിടെ ചെന്ന് എന്താ ബഷീർ പോകായിരുന്നു, ഞാൻ അങ്ങ് എന്താ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ സാഹിത്യകാരന്മാരുടെ സമ്മേളനമല്ലേ, നമുക്കെന്ത് കാര്യം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ. അപ്പോൾ കേശവദേവൻ്റെ പ്രസംഗം അന്ന് ഒരെണ്ണയാണ്, അത് വിറ്റുകൊണ്ടിരിക്കുകയാണ് മൂപ്പര് അവിടെ. അന്ന് തുടങ്ങിയ പരിചയമാണ്. പിന്നെ ഞങ്ങൾ വളരെ അടുപ്പായി, എന്നെ കൂടെ കണ്ട് ഇവിടെ കുറേ നാൾ ഇവിടെ ബുക്ക് ഷോപ്പ് നടത്തിയപ്പം എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ബോട്ട് ചെട്ടി, അവിടുന്ന് പിന്നെ ബഷീർസ് ബുക്ക് സ്റ്റോൾ, ഇപ്പോഴത്തെ പ്രസ് ക്ലബില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. ഞങ്ങളെപ്പോഴും കാണും. ബഷീർ നല്ല കുക്കാണ്. അതായത് മൂപ്പരുടെ രീതി ഒരു 12 മണി വരെ കിടന്നുറങ്ങി പകല്, പിന്നെ എഴുന്നേറ്റ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ലാഭമായെന്നാണ് ബഷീർ പറയുന്നത്. കഴിക്കാൻ ഉച്ചയ്ക്ക് എല്ലാം കൂടി വെച്ച് വേവിച്ച് കഴിക്കും. പക്ഷേ ഒരു ദിവസം എന്നെ വിളിച്ചു വീട്ടിൽ, അവിടെ വന്ന് ഉച്ച കഴിക്കാമെന്നാണ്. ഞാൻ ചെന്നപ്പോൾ ഈ ഞായറയ്ക്കൽ നല്ല ഫിഷ് വാങ്ങിച്ച് അത് മുഴുവൻ നല്ല നീറ്റായി ഡ്രസ്സ് ചെയ്ത് കറി വെച്ച്, ബ്രെഡാണ് കൂടെ ഉള്ളത്, അതും എല്ലാം കഴിച്ചു. അത് ഹിന്ദു പത്രത്തിൻ്റെ പുറത്തിനകത്തൊക്കെ എടുത്ത് എല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒട്ടും അതിൻ്റെ ഗന്ധം ബാക്കി നിൽക്കില്ല. ഒരു ദിവസം എൻ്റെ ഞാൻ വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചു. അവർ വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ വളരെ അടുപ്പമായിപ്പോയി. ഒരുപാട് കാര്യങ്ങൾ അടുപ്പമായി. MP പോളും മക്കളും ഞാനും തമ്മിൽ അടുപ്പമായിരുന്നു. അതുമാണ് MP പോളിൻ്റെ മക്കൾക്ക് ഇദ്ദേഹത്തെ വളരെ അടുപ്പമാണ്. പോഞ്ഞിക്കര റാഫി മാഷുമായിട്ട്. റാഫി പിന്നെ ആ കൂട്ടത്തിൽ അവിടെ നിന്നയാളാണ്. ബഷീറിൻ്റെ അവിടെ നിന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു ഹാസ്യരംഗമാണ്. ഈ പെൺകുട്ടികൾ വന്നിങ്ങനെ വളരെ സ്വതന്ത്രമായി പെരുമാറുമല്ലോ, അവർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല പോൾ സാറിൻ്റെ മക്കൾക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ റാഫി ഒരാൾക്കൊരു പ്രേമലേഖനം എഴുതി കൊടുത്തു ബേബിക്ക്. അതൊരു 8-10 പേജുണ്ട്, 2-3 ആവർത്തിച്ച്. അതാണെങ്കിൽ വീട്ടിൽ അവർക്ക് പ്രേമലേഖനം കിട്ടുന്ന വിരോധമുള്ളവരല്ല, ഇഷ്ടമാണ്, തമാശയായിട്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ വലിയ കഷ്ടമായിപ്പോയി, നിലവിളിച്ചും. അപ്പോൾ വന്ന് സിജ തോമസ് വന്ന് ബഷീറിനോട് പറഞ്ഞു. ബഷീർ വഴക്ക് പറഞ്ഞു, ഇതാണ് ആദ്യത്തെ രേഖ ഞാൻ കാണുന്നത് വിളിച്ച്. അങ്ങനെ പിന്നെ അടുപ്പമായിരുന്നു ബഷീറിൻ്റെ. റാഫിയെ ഞാനൊരു തമാശയായിട്ട് കണ്ടു. റാഫി അവരെ സങ്കല്പിച്ചിട്ട് അത് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഉദാഹരണത്തിന് നമ്മുടെ പത്രപ്രവർത്തകരിൽ ഒരാൾ ഒരു ദിവസം റാഫിയെ തല്ലി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് യോഗ്യറ്റി അടിച്ചോളിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ റാഫി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഞാൻ നിവൃത്തിയില്ലാത്തവനുള്ളത്, ഞാൻ അവനൊരു അടി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. ഇങ്ങനെ വരും. അതുകൊണ്ട് ഇഷ്ടമായിരുന്നു റാഫിയെ ഇത്തരം കൊച്ചു. പിന്നെ ഭ്രാന്തമെന്നല്ലോ ബഷീറിന്. അപ്പോൾ റാഫി ആദ്യം പറഞ്ഞത് അത് എനിക്കാണ് അതിനു മുമ്പേ വന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ സാഹിത്യകാരനാണെങ്കിൽ ഭ്രാന്ത് വേണമല്ലോ. അങ്ങനെ ഒരു തമാശയുള്ള കഥാപാത്രമാണ്. പിന്നെ എല്ലാം എഴുത്തിൻ്റെ അസുഖമുണ്ടെന്നാണല്ലോ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എഴുത്തിൻ്റെ അസുഖം. നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ ഈ പണ്ട് സീലോഡ് എന്ന് പറഞ്ഞ ഹോട്ടലിന് മുമ്പിൽ. അന്ന് മറൈൻ ഡ്രൈവ് ഇല്ല, അവിടെ പാരപ്പറ്റായിരുന്നു. അവിടെ നിങ്ങൾ കൂടുമായിരുന്നു. ബാലകൃഷ്ണൻ അവിടെ നിന്ന് വരും. അതേക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് സീലോഡ് ഹോട്ടലിൽ. ഞാൻ അതൊക്കെ വായിക്കുമ്പം ഓർത്തിട്ടുണ്ട് മാഷെ, എഴുത്തുകാരികൾ അന്നും ഉണ്ടായിരുന്നു, അവർക്കൊന്നും ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. ഇന്ന് മാറിയെങ്കിലും ഒരുപാട് കാലം. സരസ്വതി അമ്മ പറയുന്നത്, സരസ്വതി അമ്മയെ കാണുന്ന കോട്ടയത്ത് വെച്ചാണ്. സാഹിത്യ പരിഷത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സിജ തോമസ് വിളിച്ച് പറഞ്ഞു, ഈ സാധനത്തെ അറിയുമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചത്
ഞാനിങ്ങനെ നോക്കിയിരുന്നത് ഇതാണ് കെ സരസ്വതിയമ്മ എന്ന് പറയുന്നത്. അത് ഞാൻ വളരെ വിനയമായി പെരുമാറി. ഭയങ്കര വിപ്ലവ എഴുത്തായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ രമണന് പകരം രമണി എഴുതിയല്ലോ. അറിയാം. പ്രസംഗം കേട്ടിട്ട് പോയിട്ട് എഴുതി, കണ്ടപ്പോൾ പഞ്ചഭാവാണെന്ന് തോന്നി, പ്രസംഗം കേട്ടപ്പോൾ അതല്ലാതെ മനസ്സിലായെന്ന് പറഞ്ഞു. ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ലളിതാംബിക അന്തർജനമായിട്ട് എങ്ങനെ പരിചയം ഉണ്ടായിരുന്നു? ഞങ്ങളിത് നേരിട്ട് പരിചയമാകുന്ന സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. പിന്നെ ഷഷ്ടിപൂർത്തിക്കാൻ വന്നിട്ടുണ്ട്. അന്ന് VKN വന്ന് ഇത്തിരി കൊണ്ടിറക്കുമ്പോൾ ഞാനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. മാഷിപ്പം ഇവിടെ കൊച്ചിയിൽ 60 വർഷമായല്ലോ കൊച്ചിയിലായിട്ട്. 60 വർഷത്തിന് മേളിലായി. ഒരു വലിയ വ്യത്യാസം. പൊതുവെ എല്ലാവരും പറയുന്ന കൊച്ചിയിലെല്ലാവരും വരുത്തന്മാരാണ്. ഇവിടെ ഒരു പ്രത്യേകിച്ച് സംസ്കാരം ഓരോ സ്ഥലത്തിനുള്ളതുപോലെ അവകാശപ്പെടാനില്ല, ഇങ്ങനെയൊക്കെ പല വിമർശനങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ 60 വർഷത്തെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം, കുറേയേറെ സാംസ്കാരിക തനിമയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ PG ആൻ്റണിയുടെ നാടകങ്ങൾ ഉണ്ടാകുമായിരുന്നു പലപ്പോഴും. പിന്നെ വന്ന് MG റോഡിൽ പിള്ളേർ തലപ്പന്ത് കളിക്കുകയാണ്. ബസ് ഒന്നും ഇല്ലായിരുന്നു. അരൂര് ചങ്ങാടത്തിലാണ് വരേണ്ടത് ബസ്സിന് ഇപ്പുറത്തേക്ക്. ആലപ്പുഴ നിന്നാണ് ഞാൻ വരുന്നതെങ്കിൽ അങ്ങോട്ടേക്കോട്ട് പോകും. കോട്ടയത്തേക്ക് 3 കടത്തുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കലാകാരൻ ഒന്നിച്ചു കൂടും. ഇപ്പോൾ PG ആൻ്റണിയുടെ നാടകങ്ങൾ, SL പ്രസാദത്തിൻ്റെ നാടകങ്ങൾ, മറ്റു പല നാടകങ്ങൾ അഭിനയിക്കുമായിരുന്നു, കാണുമായിരുന്നു. ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നു കേരള കലാപീഠം. കേരള കലാപീഠം എന്ന് പറഞ്ഞ് MKക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് CN ശ്രീകണ്ഠൻ നായർ, ദേവൻ, കരുണാകരൻ, കാനായി കുഞ്ഞിരാമൻ, നമ്മുടെ കാവാലം നാരായണ പണിക്കർ. ഞങ്ങൾ വിളിച്ചാൽ MT വാസുദേവൻ നായർ സ്വന്തം പൈസ മുടക്കി ഇവിടെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. നമ്മുടെ മുരളിയിലെ ഭരത് മുരളി ഒരു നാടകം തർജ്ജമ ചെയ്ത് എന്നെ കാണാൻ വീട്ടിൽ വന്നു. അപ്പോൾ മുരളിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് വായിക്കാം. ഞാനാണ് കലാപീഠത്തിൽ കൊണ്ടുവന്ന് വായിപ്പിച്ചത്. മുരളി പിന്നെ സിനിമയിലേക്ക് പോയി വളരെ പ്രശസ്തനായി. നമ്മുടെ വേറെ ഗോപി, മരിച്ചുപോയ ഗോപിയൊക്കെ എൻ്റെ വീട്ടിൽ വരുന്നവരായിരുന്നു എപ്പോഴും. ഗോപി, നെടുമുടി വേണു, അയ്യപ്പ പണിക്കർ, ജയശങ്കരപ്പിള്ള, അവരൊക്കെ എപ്പോഴും വീട്ടിൽ വന്ന് ഞങ്ങളുടെ ചർച്ച ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. ചവറാച്ചനെ കുറിച്ചും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ചാവറാച്ചൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ദലിത് സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സംസ്കൃതം പഠിക്കാൻ സ്കൂൾ തുടങ്ങിയത്. പെൺപള്ളിക്കൂടം തുടങ്ങിയ അദ്ദേഹമാണ്. അപ്പോൾ പെൺകുട്ടികൾ പുറത്ത് വരും, പരസ്പരം പഠനം, ബോർഡിംഗ് ലൈഫ്, അവർക്ക് അങ്ങനെയൊക്കെ അവരുടെ ഒരു വലിയ പേഴ്സണാലിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു വികാസമാണ്. അങ്ങനെ പലത് ആവശ്യമില്ല. എപ്പോഴും പതിതരുടെ ബന്ധുവാണ്. മാഷെ ചോദിക്കാൻ ഒരു ചോദ്യം അതിനിടയിൽ വിട്ടുപോയായിരുന്നു. ചങ്ങമ്പുഴയുടെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം തമ്മിലുള്ള ബന്ധം. ഞാൻ ചങ്ങമ്പുഴ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഒരു കവിത, മാതൃഭൂമിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, വായിച്ചു. അതെന്നെ വളരെ സ്പർശിച്ചു, ആസ്വദിച്ചു എന്നർത്ഥം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കത്തെഴുതി, ആ കവിതയുടെ മെച്ചം ഇന്നതാണ് എന്നും പറഞ്ഞു. മടക്ക തപാലിന് അദ്ദേഹത്തിൻ്റെ കത്തെനിക്ക് കിട്ടി. ഞാൻ വിമർശകന്മാരെ വകവയ്ക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ കത്ത്. പലപ്പോഴും ഒരു എതിര് പറഞ്ഞാൽ ഞാൻ പുച്ഛതയോട് തള്ളുന്നത്. പക്ഷെ നിങ്ങളുടെ കത്തിൽ ഒരു ആസ്വാദകൻ്റെ വളരെ ആത്മാർത്ഥമായ ഹൃദയത്തുടിപ്പുകൾ കാണാൻ സാധിച്ചു. ഇങ്ങനെ നല്ലൊരു ആസ്വാദനം എന്നൊക്കെ പറയും. നല്ല ഹൃദ്യമായ കത്ത്. ഞാൻ എൻ്റെ ഇത് പോയിപ്പോൾ. 1. 2, കുട്ടിക്കാലം വരെ ഞാൻ പറഞ്ഞു, എനിക്ക് ദുഃഖത്തോടൊരു ആഭിമുഖ്യമുണ്ട്. വിഷാദേൻ്റെ ചങ്ങമ്പുഴയുടെ കവിതകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അതെ, വളരെ ഇഷ്ടമായിരുന്നു. ഈ വിഷാദത്തോട് താല്പര്യമുള്ളത് കൊണ്ട് ചങ്ങമ്പുഴയും വൈലോപ്പള്ളിയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ചങ്ങമ്പുഴയെ കൂടുതൽ ഇഷ്ടമാകുന്നതിൻ്റെ കാരണം ഈ വിഷാദമാണ്. മാഷിൻ്റെ ഏറ്റവും ആത്മസുഹൃത്ത് പോലെ നടന്നിരുന്ന സുകുമാർ അഴീക്കോടുമായിട്ടും ഒക്കെ ഭിന്നമായി. സുകുമാർ അഴീക്കോട്ട് ഭിന്നമായത് അത് അദ്ദേഹം തന്നെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലാത്ത ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ അധികാരാസക്തിയാണ്. അതിതാണ് കാരണം. എനിക്കൊരു കത്തയച്ചു, എനിക്ക് പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് ആവണം. ഞാൻ വായിച്ചു, എന്തിനാണ് ഈ പ്രസിഡൻ്റായിട്ട്? ഒരു കാര്യമില്ലാത്തതാണ്, നിങ്ങൾ കഥയില്ലാത്ത. അപ്പോഴല്ല, ഉള്ളൂർ പ്രസിഡൻ്റ് ആയിരുന്നതല്ലേ, അതുകൊണ്ട് എനിക്കാവണം, അതുപോലെ മോഹമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ തീരുമാനിച്ചുവെങ്കിൽ ഞാൻ ഒരു സുഹൃത്തിന് എല്ലാ പിന്തുണയും തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പിന്തുണ കൊണ്ടാണ് ജയിച്ചത്. കാരണം ഞാൻ വിചാരിച്ച ആൾ വോട്ട് ചെയ്യും. എൻ്റെ 70% എൻ്റെ കയ്യിലായിരുന്നു. മെമ്പേഴ്സേ ഞാൻ പറഞ്ഞ പോലെ AD ഹരിശർമ്മ കൊല്ലം ചേർത്ത് കൊണ്ടുവന്ന് പ്രസിഡൻ്റായി.
അതിനകത്തൊരു തർക്കമുണ്ടായി. പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേറെ ചില മോഹം വന്നു. ഇവിടുന്ന് നമ്മൾ പ്രതിനിധി അയച്ച സാഹിത്യ അക്കാദമി മെമ്പറുണ്ട് ഒരാൾ, സുവന പറ്റിക്കാട് അറിയാം, നിങ്ങൾ അറിയുമായിരിക്കും. അദ്ദേഹത്തെ പിൻവലിക്കണം നമ്മൾ അങ്ങോട്ട് അയച്ചത്. അത് ഞാൻ രണ്ട് ന്യായം പറഞ്ഞു. ഒന്ന്, ഒരു അയച്ചയാളിനെ പിൻവലിക്കാൻ നിയമമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് നിയമം അറിയില്ല. രണ്ട്, അയാൾ ഒരു തെറ്റും നമ്മളോട് ചെയ്തിട്ടില്ല, പിൻവലിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ സുകുമാർ അഴീക്കോടാണ് ശക്തിയായിട്ട് വാദിച്ചത്, നല്ലപോലെ വാദിച്ച് പിരിഞ്ഞു, ഇരുന്നില്ല. അടുത്ത കമ്മിറ്റി വരുന്നതിന് മുമ്പ് ഇവിടുത്തെ മന്ത്രിസഭ മാറി, CH മുഹമ്മദ് കീഴിൽ വന്നു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുന്നു. അവിടെ വന്നപ്പോൾ ഇവരെ എന്നെ സമീപിച്ചു, ഇയാളെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ സമീപിച്ചിട്ട് എന്നോട് പറഞ്ഞു, യൂണിവേഴ്സിറ്റി വരുന്നു, മാസ്റ്റർക്ക് വല്ല താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. നമ്മൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ദിവസം നേരം വെളുത്ത രാത്രി വരെ എന്നെ ആളുകളിങ്ങനെ വിസിറ്റേഴ്സ് വായിക്കാനോ എഴുതാനൊന്നും പറ്റുന്നില്ല, കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം, പക്ഷേ ആ പൊറ്റക്കാടിൻ്റെ ചില സ്റ്റാൻഡ് മാറ്റണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മാറ്റിയില്ല എന്ന് പറഞ്ഞു. ഈ വ്യവസ്ഥയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, ഞാൻ കിട്ടിയാൽ കൊള്ളാം, മാറ്റിയില്ലെന്ന്. പക്ഷേ അഴീക്കോട് മാറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ അഴീക്കോട് അങ്ങ് മാറ്റാൻ, അഴീക്കോട് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോഴും അതിനുവേണ്ടി നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇല്ല, മാറ്റങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രൊഫസർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അഴീക്കോട് വന്ന് എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. താമസം അവരുടെ കൂടെ പോയി കൊച്ചിയിൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസമായി. എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നത് എറണാകുളത്ത് കമ്മിറ്റി നടക്കുന്നത്, ഞാൻ അവിടെ വരേണ്ട കാര്യം എന്താണ്? അല്ല, അഴീക്കോട് വരാമെന്ന് പറഞ്ഞു ഇപ്പുറത്തേക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ അപ്പുറവും ഇപ്പുറമൊന്നും എനിക്കില്ല, ഞാൻ എന്നെ പ്രൊഫസർ ആക്കിയാൽ വരാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് കമ്മിറ്റി കൂടി. ഇയാൾ അവരുടെ സ്പോക്സ്മാനായി. അവന് നാണവും മാനവും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് പോകേണ്ടതാണ്, നമുക്ക് അവന് പിടിച്ചുകൊടുക്കുന്നത്. ആരെ? പൊറ്റക്കാടിന്. അവർ കൂട്ടുകാരാണ്, എനിക്ക് കുട്ടികളുടെ പരിചയമൊന്നും ഇല്ലായിരുന്നു, പ്രിൻസിപ്പൾ. അത് കഴിഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു ഇതായിപ്പോൾ. എൻ്റെ വീട്ടിൽ വന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആൾ ഇത് എൻ്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് ഒരുപാട് ദിവസം വീട്ടിൽ വന്ന് രാത്രി താമസിക്കുകയാണ്. വീട്ടിൽ താമസിച്ച ആൾക്ക് ചൊറി പിടിച്ചു, വീപ്പിങ് എക്സീമയാണ്. അപ്പോഴൊക്കെ ഈയിടെ മുണ്ട് ഞാൻ വരെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു അമ്മയാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്, എല്ലാം സഹിക്കുക ഒരാൾ ഇങ്ങനെ പെരുമാറിയപ്പോൾ ഞാൻ പുറത്തിറങ്ങി. സുകുമാർ എന്നോട് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞു ചോദിച്ചു. എന്നോട് പലതും പറഞ്ഞിരിക്കും. അതല്ല ഞാൻ ചോദിച്ചു, എന്നോട് എന്താ പറഞ്ഞത്? അപ്പോൾ ഞാൻ പിന്നെ ആൾ പൊയ്ക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ പിന്നെ എന്നെപ്പറ്റി തെറി പറഞ്ഞോണ്ട് എഴുതിയത് എന്താണ്, ഉപസ്ഥകുഷ്ഠിനിയായ വേശ്യ. പക്ഷെ അവസാന കാലത്ത് മാത്രമല്ല, എൻ്റെ അമ്മ ഏതാണ്ട് ആസൻ്റെ മരണയായി കിടക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ പറഞ്ഞു, ബന്ധുക്കളെ ആരെയും അറിയിച്ചു കഴിഞ്ഞു, എനിക്കാരുമില്ല. അത് ഇയാൾ അറിഞ്ഞു. ഉടനെ അവിടെ പ്രൊഫസർസിലാണ് തിരുവനന്തപുരത്ത് ചെന്ന് ഒരാളിനെ ഇവിടെ നിയമിക്കാം, ഡയറക്ടർ ആണ്. ഇവിടെ നിയമിച്ച 60 പേരത്തോളം, അവിടെ 55 ഉള്ളൂ. കരാറായിട്ട് എന്നെ മാറ്റണമെന്നാണ് വില ആവശ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എനിക്കതിൽ പറ്റിയുള്ള ആളാണ്, വളരെ മാന്യമായ ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അമ്മ ഇങ്ങനെ ഇടയ്ക്കാണ് സാർ, 1 മാസത്തിനകം അമ്മ പോകുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ പണ്ട് കണ്ട ആളല്ല, എൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാൾ ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങളെ മാറ്റാൻ തീർച്ചപ്പെടുത്തി. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്കാരുമില്ല സാറേ, എങ്ങനെയും എനിക്ക്. അവസാനം ഞാൻ വളരെ താഴ്ന്ന് പറഞ്ഞു, സാറിനോട് കരുണ കാണിക്കണം, ഞാൻ ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ പ്രാവശ്യം. അപ്പോൾ അത് ആ അഴീക്കോടിനെ തെറി എഴുതിയപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു, അഴീക്കോടിനെ തെറി എഴുതുന്നു? അതെ. അയാളുടെ കത്ത് വായിച്ചപ്പോഴേ ഞാൻ മനസ്സിലായി നിങ്ങൾ ഒട്ടും സംസ്കാരമില്ലാത്തവനാണെന്ന്. സാറിന് എൻ്റെ കത്ത് കാണിച്ചതിൻ്റെ തെറ്റാണ് അയാൾ. 1. 2, സാറിന് സത്യം കേൾക്കണോ? ഞാൻ കത്ത് എഴുതിയിട്ടേ ഇല്ല അയാൾക്ക്. ഞാൻ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ കാണിക്കാം, അത് ഏതായാലും നിങ്ങളെ മാറ്റുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമ്മുടെ ബലം നോക്കാം, ബലമെന്ന് പറയും. എന്നാൽ പോയി ബലം നോക്കുമെന്ന് പറയും. പക്ഷെ അന്ന് മാറ്റാൻ പറ്റിയില്ല അവർക്ക്. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് കാശ്, ഞാൻ ദരിദ്രനായിരുന്നു അന്നും, വലിയ ബുദ്ധിമുട്ടാണ്. ആകെ 150 രൂപ കിട്ടും, ഭാര്യ, 5 മക്കൾ, വിദ്യാഭ്യാസം. അപ്പോൾ ഒരു പുസ്തകം അവർ കരുണ തോന്നി എൻ്റെ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ആക്കിയതാണ് എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി.
അപ്പോൾ കാരൂർ നീലാണ്ട് ടെമ്പിൾ എനിക്ക് കത്തെഴുതി അത് ഞാൻ ഇയാളെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ പരമാവധി റോയൽറ്റി തരാം എന്നൊക്കെ പറഞ്ഞ് സാധനം ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്തിനാണ് സാധനം അവർക്ക് കൊടുക്കുന്നത്? എനിക്ക് നവകേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, മുഴുവൻ ഞാൻ തന്നു കളയാമെന്ന് പറഞ്ഞ് അതെടുത്തുകൊണ്ട് പോയി. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇനി അവനൊന്ന് വാങ്ങിക്കുന്ന നാട്ടിൽ നിന്ന് ഒരാളോട് പറഞ്ഞു, NP മുഹമ്മദിനോടാണ് പറഞ്ഞത്. NP മുഹമ്മദ് പറയും ഇങ്ങനെ പറഞ്ഞു, കിട്ടിയില്ല, ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെ ഒരുപാട് കൊച്ചു ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്നു നിരന്തരം. പിന്നെ വരുന്നത് ഞാൻ അക്കാദമി പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫെലോഷിപ്പ് വേണമെന്നൊരാഗ്രഹം ഉണ്ടായി. അക്കാദമി പ്രസിഡൻ്റ് ആണെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗവൺമെൻറ് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേക്കും കമ്മിറ്റിയിൽ വന്നു. ഞാൻ പറഞ്ഞു നമുക്കൊരു പാനൽ ഉണ്ടാക്കാം, ഗുപ്തൻ നായർ സാറ് 3 പേരുടെ പേര് നമുക്ക് എടുക്കാതിരുന്ന ഒരാൾ. അപ്പോഴവർക്ക് തോന്നി ഞാൻ ചിലപ്പോൾ എതിർക്കുമെന്ന്. ഞാൻ എതിർക്കുകയാണെങ്കിൽ കുഴപ്പമാണ്. അടുത്ത അവസ്ഥയ്ക്ക് വെച്ചു. അപ്പം TK രാമകൃഷ്ണനാണ് കൾച്ചറൽ മിനിസ്റ്റർ. അദ്ദേഹം എനിക്ക് എന്നെ വിളിച്ചു, മാഷ എനിക്കൊന്ന്, ഞാൻ നാളെ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട്, മാഷ വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താണ്, എനിക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ വരണ്ട, കാറ് അയക്കേണ്ട, ഞാൻ ഓട്ടോറിക്ഷ വന്നോളാം. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ അഴീക്കോട് മാസ്റ്റർക്ക് ഒരു താല്പര്യമുണ്ട്. എന്താണ് താല്പര്യം? ഫെലോഷിപ്പ്. മിനിസ്റ്റർക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്. എന്നാൽ അവൻ്റെ കൊടുത്തേക്കാം, അതെന്നെ പറയാം. അടുത്തതിൽ ചെന്ന് ഞാൻ തന്നെ അത് അവതരിപ്പിച്ചു, ഫെലോഷിപ്പ് കൊടുത്തു. എല്ലാവർക്കും നിർബന്ധം ഞാൻ തന്നെ വിളിച്ചു പറയണമെന്ന്. ഇത് ഈ പുസ്തകത്തിൽ എഴുതിയ ആളിനോട് ഞാൻ അയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു സുകുമാറെ, ഞാനൊക്കെ പഴയ പോലെ തന്നെ വിളിച്ചു. ഞാൻ സുകുമാർ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ സുകുമാരനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, ഒരു ഫെലോഷിപ്പ് തന്ന്. അപ്പോൾ ഭയങ്കര ചിരി. അതുകൊണ്ട് നാളെ വന്ന് ആ ശിക്ഷ സ്വീകരിക്കണം, ഞാനായിരിക്കും തരിക എന്ന് പറഞ്ഞു. അപ്പോൾ കാക്കനാടൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. കാക്കനാടൻ പറഞ്ഞാൽ സ്വർണ്ണം എനിക്ക് തന്നേക്ക് 3 പവൻ സ്വർണ്ണമുണ്ട്. അപ്പോൾ അവിവാഹിതന് സ്വർണ്ണം ആവശ്യമുള്ളത് കാക്കനാടന് കൊടുത്തേക്ക്. അപ്പോഴും ചിരിച്ചേ, സ്വർണ്ണം ആൾ കൊടുക്കില്ല. അങ്ങനെ വാങ്ങിക്കാൻ വന്നു. ഞാൻ തന്നെ ഇത് പുതച്ചു, പൊന്നാട് പുതച്ച് ഇയാളെ പറ്റി നല്ലൊരു പ്രസംഗവും ചെയ്തു. അയാൾ തിരിച്ചെഴുന്നേറ്റ് നിന്നിട്ട് എന്നെപ്പറ്റി പറയാത്ത പ്രശംസ ഒന്നുമില്ല, ഇത്ര ധീരമായും സത്യസന്ധമായും അഗാധമായും സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് ലോകത്തിലില്ല. പിന്നെ ഇടയ്ക്ക് പറയണം, ഞങ്ങൾ പിന്നെ എങ്ങനെ പിണങ്ങിയെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അവിടെ ഇരിക്കുന്നവരെല്ലാം ചിരിച്ചുപോയി. ആവശ്യം വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ചെയ്ത പ്രസംഗം അറിയാമോ? അടിയന്തരാവസ്ഥക്കാലത്ത് SFI കുട്ടികളതിന് പ്രതിഷേധമായി കണ്ണൂർ വെച്ചാണ് യുവജനോത്സവം. അപ്പോൾ വന്നിരിക്കുന്ന കരുണാകരൻ, 2 PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ഇയാൾ വൈസ് ചാൻസലറായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പാനലിലുണ്ട്. അവിടെ വന്നപ്പോൾ ഈ പിള്ളേർ വന്ന് പ്രതിഷേധിച്ചപ്പോൾ ഭയങ്കരമായ അടിയായിരുന്നു. അടിയന്തരാവസ്ഥക്കാരല്ലേ, പിള്ളേരെയൊക്കെ അടിച്ച് തയ്യാറിച്ച് കൊടുത്ത് കഴിച്ചേക്കും പ്രസംഗിക്കാൻ എഴുന്നേറ്റ് ഇവിടെ രാമലക്ഷ്മണന്മാർ കരുണാകരൻ PJ ജോസഫും ഒരു വിശുദ്ധമായ യാഗം നടത്തി രാജ്യത്തെ എത്തിയ സന്ദർഭത്തിൽ രാക്ഷസ പരീക്ഷയെ പേരൊക്കെ ചൂണ്ടി ഇതുപോലെ അടിച്ച് അസ്ത്രാജ് ഓടിച്ചത് നന്നായി എന്നപ്പോൾ അവരെ അഭിനയിച്ചൊരു പ്രസംഗം ചെയ്തു. അതൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പറഞ്ഞു അടിയന്തരാവസ്ഥ മനുഷ്യർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി പ്രശംസിച്ചു. സാഗരഗർജനം എന്ത് ഗർജനം. അതുകൊണ്ടാണ് പിണങ്ങിയാൽ ഞങ്ങൾ അത്രയേ ഉള്ളൂ. കാര്യം എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറേ നേരം സംസാരിച്ചു ഞങ്ങൾ. മാഷിനും ഇത്രയും നേരം മാഷ് ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അറിഞ്ഞൂടാത്തതും അറിയുന്നത് കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ സഭ TV-ക്ക് വേണ്ടി സെൻട്രൽ ഹാളിന് വേണ്ടിയിട്ട് മാഷ് വന്നത് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. തീർച്ചയായും കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മാഷിനെക്കുറിച്ച് അറിയാവുന്നതിൽ കൂടുതൽ വിശദീകരണങ്ങളും കിട്ടിക്കാണും. പുതിയതായിട്ട് പല കാര്യങ്ങളും അറിഞ്ഞു കാണും. സഭ TV-യുടെ സെൻട്രൽ ഹാൾ പരിപാടിയിലേക്ക് മാഷ് വന്നതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെയും ജോർജിൻ്റെയും നമസ്കാരം.